ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യുവതി വെന്തു മരിച്ച സംഭവം ക്രൂരമായ ആസൂത്രിത കൊലപാതകമാണെന്ന സംശയങ്ങൾ ബലപ്പെടുന്നു. സോന എന്ന 24-കാരിയെ കാറിനുള്ളിലിട്ട് പെട്രോൾ ഒഴിച്ച് ജീവനോടെ കത്തിച്ചതാണെന്ന ഗുരുതരമായ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. അപകടത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും സ്ഫോടനം മനുഷ്യനിർമ്മിതമാണെന്നും 100% ഉറപ്പാണെന്ന് സോനയുടെ അമ്മാവനും കുടുംബാംഗങ്ങളും മാധ്യമങ്ങളോട് തുറന്നടിച്ചു. കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യമുണ്ടായിരുന്നതായും ഒരു സ്ത്രീ പെട്രോൾ വാങ്ങിയതിന് തെളിവുണ്ടെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. സോനയും ഭർത്താവ് രജിൻലാലും ദീർഘനാളായി കടുത്ത കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. സോന പെട്രോൾ വാങ്ങിയതെന്ന സംശയവും ഉണ്ട്. സോന കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. വാഹനത്തിന് യാതൊരുവിധ യാന്ത്രിക തകരാറുകളും ഇല്ലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഫോറൻസിക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലുകൾ കുടുംബത്തിന്റെ സംശയങ്ങൾക്ക് അടിവരയിടുന്നു. കാറിന്റെ മുൻഭാഗത്തോ എൻജിൻ ഘടിപ്പിച്ച ഭാഗത്തോ പുറകുവശത്തോ യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഉറപ്പായിട്ടുണ്ട്. കാറിനുള്ളിലെ വയറിങ്ങുകൾക്കോ ഇന്ധന ടാങ്കിനോ യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ സ്ഥിരീകരിച്ചു. തീപിടുത്തമുണ്ടായത് കാറിന്റെ ഉൾവശത്ത് സോന ഇരുന്ന സീറ്റിന്റെ ഭാഗത്തുനിന്നാണ്. പെട്രോൾ പോലുള്ള തീപിടിക്കുന്ന ഇന്ധനം കാറിനുള്ളിൽ ഒഴിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു സ്ഫോടനവും തീപിടുത്തവും ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ പ്രാഥമികമായ നിഗമനം. 3 വർഷം മുൻപായിരുന്നു രജിൻലാലും സോനയും തമ്മിലുള്ള വിവാഹം നടന്നത്. അതിനു മുമ്പ് ഇരുവരും പ്രണയത്തിലായിരുന്നുവെങ്കിലും പിന്നീട് ചില പ്രശ്നങ്ങളാൽ വേർപിരിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വീട്ടുകാർ ഇടപെട്ടിവരെ കൂട്ടിച്ചേർത്ത് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. വിദേശത്തായിരുന്ന രജിൻലാൽ 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയത് മുതൽ സോനയുമായി നിരന്തരം വഴക്കിട്ടിരുന്നതായും അവരെ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കിയിരുന്നതായും കുടുംബം പറയുന്നു. സ്വന്തം വീട്ടുകാരെ ഫോൺ വിളിക്കാനോ കുടുംബവുമായി ബന്ധപ്പെടാനോ സോനയെ രജിൻലാൽ അനുവദിച്ചിരുന്നില്ല. സോനയെ പൂർണ്ണമായും തടവറയിലാക്കിയതുപോലെയാണ് രജിൻലാൽ വീട്ടിൽ താമസിപ്പിച്ചിരുന്നത്. അപകടം നടന്ന ദിവസം സോന ഇരുന്ന സീറ്റിന്റെ ഭാഗം പൂർണ്ണമായും കത്തി ഉരുകി ഒട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെടുത്തതെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. കാറിന് തീപിടിച്ചയുടൻ സോനയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ രജിൻലാൽ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് ചാടുകയായിരുന്നു. രജിൻലാൽ തോട്ടിൽ കിടന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാറിനുള്ളിൽ സോനയുള്ള കാര്യം പോലും നാട്ടുകാർ അറിയുന്നത്. മനഃപൂർവ്വം പെട്രോൾ ഒഴിച്ച് കാറിന് തീയിട്ട ശേഷം ഇയാൾ തോട്ടിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രജിൻലാലിനെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെയും കാറിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെയും ഈ ദാരുണ കൊലപാതകത്തിന്റെ യഥാർത്ഥ ചുരുളഴിയുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്.